ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നെട്ട് ലൂസായി കിടന്ന് ഓടി എന്നുള്ള ദിവസം പറയേണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചാണ്. അതേപോലെ തന്നെ ഹബ്ബ് കുറച്ച് ഓടുമ്പോഴത്തേക്കും ഹബ്ബ് ഓവർ ഹീറ്റിംഗ് ആവണം, ബാക്ക് സൈഡ് ഹീറ്റിംഗ് ആവണ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ അഴിച്ചു നോക്കുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് തോന്നണമൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ് ബാക്ക് വീൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഹീറ്റിംഗ് വരും. കാരണം എന്ന് വെച്ചാൽ അലുമിനിയം കേസുമേ തന്നെയാണ് ഓൾറെഡി നമുക്ക് അതിൻ്റെ വീലിൻ്റെ കണക്ഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തന്നെയല്ല നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹബ്ബ് ചൂട് കാണിക്കും. അതല്ലാതെ കൊണ്ട് ഒരു ഓവറായിട്ടുള്ളൊരു പ്രോബ്ലം ഒന്നും നിലവിൽ കാണുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹബ്ബാണ്. ഈ ഹബ്ബ് ഓവർ ഹീറ്റിംഗ് വന്നാൽ ഈ അലുമിനിയത്തിൻ്റെ കളറ് ചേഞ്ചായി പോകും. അതായത് നമ്മുടെ സാധാരണ ഹീറ്റിനേക്കാളും മുകളിലാണ് ചൂട് വരുന്നതെങ്കിൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുകയും ഒരു മഞ്ഞ കളറിലേക്ക് ഹീറ്റാവുന്ന സമയത്ത് പഴുക്കുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരും. ഓൾറെഡി ഒരു മഞ്ഞ കളറിലേക്ക് ആവേണ്ടതാണ്. നിലവിൽ അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഹബ്ബിനകത്തായാലും വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻസ് ഒരച്ചില കാര്യങ്ങൾ അങ്ങനെ വേറെ അഡീഷണൽ ആയിട്ടുള്ളതൊന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ നല്ലൊരു കുറഞ്ഞ ബ്രാൻഡാണ്, മിൻഡയുടെയാണ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗമൊന്നും കൃത്യമായിട്ട് പിടിക്കുന്നൊന്നുമില്ല ഈ സൈഡൊന്നും കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കണ സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് നല്ലൊരു കുടച്ചിലാണ് ബാക്ക് സൈഡ്. അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിക്ക് മുമ്പിലത്തെ പ്രാവശ്യം വണ്ടി വർക്കിന് കയറ്റിയപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടാവണം. ഈ കിടക്കുന്ന ക്ലച്ച് ഷൂ കമ്പനി ആയിട്ടല്ല, ഒറിജിനൽ പാർട്സ് അല്ല, ഇതൊരു കുറഞ്ഞ ഒരു ചാത്ത സാധനങ്ങൾ നമ്മൾ കിടക്കണം കേട്ടോ. അതിൻ്റെ പ്രശ്നമാണ് നിലവിൽ ആ കുടച്ചിൽ കാണിക്കണേ. ഇപ്പം നമ്മളത് ശരിക്കും ക്ലീൻ ചെയ്ത് ഉരച്ച് ക്ലീൻ ചെയ്തൊക്കെ കയറ്റി ഇട്ടേക്കാം. അപ്പോൾ ഒരല്പം കുറയും, പക്ഷെ എന്നാലും കുറച്ച് വീണ്ടും വരും. അതിൻ്റെ കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ തന്നെ ക്ലച്ചിൻ്റെ ഇത്രയും ഭാഗമാണ് ഡ്രമ്മിൽ പിടിക്കുന്നുള്ളൂ, ഇത്രയും ഭാഗം ഡ്രമ്മിൽ പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രശ്നം വരാം. അത് ഈ നോക്കുമ്പോൾ എല്ലാ ക്ലച്ച് ഷൂവിലും അത് തന്നെയാണ് സംഭവിക്കാതുണ്ടോ. ഇവിടെ ഇത്രയും ഭാഗം പിടിച്ചിട്ടുള്ളൂ, ഇത്രയും ഭാഗം പിടിച്ചിട്ടില്ല. അതാണ് ശരിക്കും എൻ്റെ ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് ഷൂ മാറ്റാമെന്നുള്ളതാണ്. അത് ഏകദേശം നമുക്കൊരു 1000-1150 രൂപ അടുത്ത് കോസ്റ്റ് തന്നെയാണ് ഈ ഐറ്റം. അതെനിക്ക് ഇടയ്ക്ക് എപ്പോഴോ മാറ്റിയിട്ടേക്കണതാണ്, കമ്പനി സാധനം വിടാത്തത് കൊണ്ട് വന്നേക്കണ ഫാൾട്ടാണ്. അത് തന്നെയാണ് ഇതിനകത്തും സംഭവിച്ചതാണ്. ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗത്തും സംഭവിച്ചാണ്. അത് തന്നെയാണ് കുറഞ്ഞ സാധനമാണ് ഇട്ടേക്കണേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് തന്നെ ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ നെട്ടിൻ്റെ ഈ ആക്സിൽ നെട്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ആക്സിൽ നെട്ട് നമ്മൾ ഓൾറെഡി ത്രെഡ് ലോക്കർ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേറെ ലൂസാവേ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ അത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ ആ ജർക്കിങ് പ്രോബ്ലം കാണിച്ചത് കൊണ്ടാണ് ക്ലച്ച് അഴിച്ചത്. അത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. ഓക്കെ.